ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദു SewingTechലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്രോഷ സ്റ്റിച്ചിൻ്റെ ഒരു സ്ലീവാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ക്രോഷാൻ്റെ ഒരു ബ്ലൗസാണിത്. ക്രോഷാൻ്റെ നെക്കും കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നെക്കിലും കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ക്രോഷ സ്റ്റിച്ച്. അപ്പം ഞാൻ കൊടുക്കുന്നത് ഈ സ്ലീവിൻ്റെ അടിവശത്ത് മാത്രമാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ, ഒരു ലീഫിൻ്റെ ഒരു ഡിസൈൻ കൂടി ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഒരു 7.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 7.5 ഇഞ്ച് ലെങ്ത്ത്. അതിൻ്റെ അടിവണ്ണം ഒരു 5 ഇഞ്ചാണ്. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. ഞാനിതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ. അത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കയ്യിനനുസരിച്ച് ചെയ്തോളൂ. പിന്നെ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുക്കുന്നതിന് മാത്രമല്ല, നമ്മൾ ഈ ഡിസൈൻ ഉണ്ടല്ലോ, നമ്മൾ ചുരിദാറിൽ ഏതൊരു ഡ്രസ്സിന് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, കാണാനും നല്ല ലുക്കാണ്. എന്താ പറയുക, നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ക്രോഷ സ്റ്റിച്ച് എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്കിപ്പോൾ എല്ലാ നൂലിലും ചെയ്യാവുന്നതാണ്. എംബ്രോയ്ഡറി നൂലിൽ ചെയ്യാം, നമുക്ക് വുള്ളൻ നൂലിൽ ചെയ്യാം, സാധാരണ നമ്മൾ മെഷീൻ നൂലിൽ ഒരു 5-6 മടക്കാക്കിയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിതിനെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് തിരിച്ചത് കാണിച്ചു തരാം. ഇതാണ് ക്രോഷ സ്റ്റിച്ച്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന നൂല് കേട്ടോ. ഇത് ഒരു 3-4 കളറുള്ള ഒരു നൂലാണിത്. പിന്നെ നമുക്ക് സാധാരണ അറിയാമല്ലോ, എല്ലാവർക്കും എംബ്രോയ്ഡറി നൂല് എന്ന് പറയാൻ അറിയാമല്ലോ. ഇതാണ് കേട്ടോ. 7.5 ഒരു ക്രോഷ നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 0.5 ഉണ്ടാവും. നിങ്ങൾ അതിന് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ സാധാരണ 7.5 0.5 ഇത് നന്നായിട്ട് വരും. പിന്നെ ഞാനൊരു നമുക്ക് സാരിക്കൊക്കെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൽ തന്നെ ഒരു ചെറിയൊരു കുട്ടി ലീഫ് പോലെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വരഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടി മുകൾ വശത്ത് വേണമെങ്കിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു തുണി മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട്, മെയിൻ തുണിയല്ല, നമ്മുടെ ലൈനിങ് തുണി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കുള്ളിലൂടെ തിരിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുവെന്ന് മാത്രം കേട്ടോ. ചെറിയൊരു ലീഫാണ് കൊടുക്കുന്നുള്ളൂ. എത്ര വലിയ സൈസ് വേണമെങ്കിൽ കൊടുക്കുക. ഉള്ളിലൊരു സാരീൻ്റെ കളർ വരുന്നത് പോലെ ഒരു റെഡിൻ്റെ ഒരു ചെറിയ ബിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനും നല്ല ലുക്കായിരിക്കും. നമുക്കിത് ഏത് സ്ലീവിലും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പ്ലെയിൻ ആയതുകൊണ്ട് കോൺട്രാസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ 2-3 സ്ലീവൊക്കെ കാണിച്ചിട്ടുള്ളതിൽ ഞാൻ എന്താ പറയുക, പേപ്പർ ക്യാൻവാസ് വെച്ച് തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ് കേട്ടോ. അത് ഇങ്ങനെ വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമെന്നില്ല, നമ്മൾ വരച്ചിട്ട് തന്നെ നമ്മൾ മേൽവശത്തൂടെ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മുകൾ വശത്തൂടെ അടിച്ചെടുക്കാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകൾ വശത്ത് മാത്രം അടിച്ചിട്ട് 2 ബിറ്റ് തുണിയും ഉള്ളിലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ഓട്ട വഴിയെ നമ്മൾ ഒരു തുണീനെ ഉള്ളിലൂടെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് കാണാൻ പറ്റില്ല. ഉണ്ടോ? ഇതിപ്പോൾ നമ്മുടെ മെയിൻ തുണീനെ നമ്മൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കണം കേട്ടോ. ഈ ചെറിയ ഹോൾസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ഒരു സൈഡിലൂടെ കടത്തിയിട്ട് നമ്മളത് എടുക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഹോളുണ്ടല്ലോ, ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ലീഫിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് ഓട്ടയുണ്ടാക്കുക. എന്നിട്ട് മെയിൻ തുണീനെ നമ്മൾ ബാക്ക് വശത്തൂടെ വലിച്ചെടുക്കുക. ചെറിയ ഹോളാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക പുറത്തേക്ക്. എന്നിട്ട് അതിനകത്താണ് ഒരു ചെറിയ ബിറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ സാരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ ബിറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബിറ്റ് മതി കേട്ടോ. അതിനെ ഡബിൾ ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. മുകൾ വശത്തൂടെ 2 സ്റ്റിച്ച് കേട്ടോ. ഒരു സ്റ്റിച്ച് ഓരത്തൂടെ അടിക്കുക. ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഇനി ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ചാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് അഴിഞ്ഞു വരില്ല. ഇതിപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ആദ്യം ഒന്ന് ഓരത്തൂടെ അടിക്കുക കേട്ടോ. ഓരത്തൂടെ അടിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഒന്നുകൂടെ അടിക്കുക.
കണ്ടോ, ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ട് ആ ലീഫിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ രണ്ട് എന്താ പറയുക, ചെറിയ ജസ്റ്റ് ഒരു മാർക്ക് പോലെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഡിസൈൻ കൊടുക്കുക. പുറകു വശമൊക്കെ വെട്ടിയെടുക്കുക. കണ്ടതുപോലെ ഒന്ന് ഞാൻ വരച്ച് വെച്ചാണ്. അതേപോലെ നമ്മൾ നൂലിൽ തന്നെ സെയിം നൂലിൽ കേട്ടോ, ഇതേപോലെ ക്രീം കളർ നൂലിൽ തന്നെ ഒന്ന് അടിക്കുന്നുണ്ട്. അതായത് മുന്നോട്ടും പിന്നോട്ടും 2 പ്രാവശ്യം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എത്ര ഹോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിൽ അവിടെ കൊടുക്കാവുന്നതാണ്. സ്ലീവ് മാത്രമല്ല, നമ്മുടെ നെക്ക് ഡിസൈനിലൊക്കെ ഇതുപോലെ കൊടുക്കാവുന്നതാണ് കേട്ടോ. സിമ്പിളാണ്, കാണാനും കോസ്റ്റ്ലി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ട് അടി അടിച്ചോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കാണാനും കുറച്ച് വൈറ്റ് കൂടുതലായിട്ട് കാണും. രണ്ട് സ്ലീവിന് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്നും മേലോട്ട് കൊണ്ടുവരിക. വീണ്ടും സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് താഴോട്ട് കൊണ്ടുവരിക. വീണ്ടും മുകൾ വശത്തേക്ക് കയറ്റുക. എന്നിട്ട് സൈഡിലേക്ക് ഒന്നും വീണ്ടും കൊണ്ടുവരിക. പിന്നെ മേലോട്ട് ഒന്നുകൂടെ കയറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ വൈറ്റ് കുറച്ച് കൂടുതലാവുന്നതുകൊണ്ട് നമുക്ക് കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതുപോലെ 2 3 ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 1 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഓരം ഉണ്ടല്ലോ, ആ ഓരത്തിനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിക്കുക കേട്ടോ. ഒരു 4 ഇഞ്ച് 4 ഇഞ്ചായിട്ട് 1/2 ഇഞ്ചോളം നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കുക, ഒന്ന് വീണ്ടും മടക്കുക. കണ്ടതുപോലെ അടിക്കുക കേട്ടോ. അടിച്ചിട്ടാണ് നമ്മളിനി ക്രോഷ സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ. മിക്സഡ് കളറിലുള്ള ഒരു നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കുക. അതിപ്പോൾ നമുക്ക് സാരീൻ്റെ സെയിം ആയിട്ടുള്ള കളറുകൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സാരി കൊണ്ടുപോവുക, വാങ്ങിക്കുക. നിങ്ങളിതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് ആദ്യം ക്രോഷേനെ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് വിഡ്ത്ത് 1.5 ഇഞ്ചാണ് ഞാൻ വിട്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര വിട്ടിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് വിടുക. എന്നിട്ട് കണ്ടോ, ഈ സൂചിനെ ഒന്ന് ഉള്ളിലോട്ട് കോർക്കുക. ഉള്ളിലോട്ട് കോർത്തിട്ട് നമ്മുടെ നൂലിൻ്റെ തലപ്പിലൊരു കെട്ടിടണം കേട്ടോ. കെട്ടിട്ടിട്ട് പതുക്കെ ഒന്ന് നമ്മൾ പുറകു വശത്ത് നിന്നിട്ട് മുകൾ വശത്തേക്ക് വലിച്ചെടുക്കുക. നല്ല വശത്തേക്ക് വലിച്ചെടുക്കണം കേട്ടോ. ഉൾസൈഡിൽ നിന്നിട്ട് നല്ല സൈഡിലേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ നല്ല സൈഡിലാണ് നമുക്ക് നൂല് കാണേണ്ടത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ വിരലുണ്ടല്ലോ, ചൂണ്ടുവിരൽ, ആ ചൂണ്ടുവിരലിൽ നൂലിനെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി വയ്ക്കുക. ഇതുപോലെ നമുക്ക് കണ്ടോ, അങ്ങനെ കോർത്ത് അങ്ങനെ വരുമല്ലോ. അത് ഞാൻ 2-3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാണ്ട് അതിൻ്റെ കൊക്കി ഉണ്ടല്ലോ, തലപ്പിൽ കൊക്കി പോലെ ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് കോർക്കുക. ബാക്ക് വശത്തൂടെ വന്നിട്ട് ഒന്ന് കോർത്തിട്ട് ചുറ്റണതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഫ്രണ്ടിലൂടെ പോയിട്ട് ഫ്രണ്ടിലൂടെ പോയിട്ട് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. സൂചി നമ്മൾ ഫ്രണ്ടിലൂടെ പോയിട്ട് കണ്ടോ, അങ്ങനെ നമുക്ക് ലൂസായിട്ട് കിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ, അറിയാത്തവർക്കാണ് കേട്ടോ. എല്ലാ ഡ്രസ്സിൻ്റെ നെക്കിലും എല്ലായിടത്തും കൊടുക്കാം നമുക്ക്. സൂചി ഇങ്ങനെ കോർക്കുക. എന്നിട്ട് നൂലിനെ തലപ്പിലൊരു കെട്ടിടുക. എന്നിട്ട് നമ്മൾ ആദ്യം വെളിവശത്തേക്ക്, അതായത് നമ്മൾ കാണുന്ന നമ്മുടെ ഡ്രസ്സിൻ്റെ കാണുന്ന ഭാഗത്തേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം കണ്ടോ, അതിൻ്റെ ഓട്ടയിൽ കൂടെ തന്നെ ഒന്ന് കോർത്തെടുക്കുക. നല്ല ലൂസായിട്ട് കിട്ടും, കറക്റ്റായിട്ട്. പിന്നെ ഒരു 4 5 നിങ്ങൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതുപോലെ കൊടുക്കാം. ഞാനൊരു 4 പ്രാവശ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ കൂടെ 4 പ്രാവശ്യം നൂലെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നൂലിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നുണ്ട് എന്ന് നോക്കുക. ഒരു 1/2 ഇഞ്ച് വിട്ടോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അടിയിലൂടെ ഈ നൂലിനെ വലിച്ചിട്ട് മേലോട്ടെടുക്കണം കേട്ടോ. ഇങ്ങനെ വലിച്ചു പറഞ്ഞാൽ അങ്ങനെ ഊരി വരും കേട്ടോ ഈ നൂല്. എവിടെ നമ്മളിപ്പോൾ പൂവൊക്കെ കെട്ടില്ലേ, പൂവൊക്കെ കെട്ടുന്ന ആ പൂക്കാരന്മാരെങ്ങനെ പൂ കെട്ടുക, അതേപോലെ തന്നെ നമ്മൾ വലിച്ചാൽ എവിടെ ഒരു കെട്ടില്ലാതെ ഊരി വരും. കണ്ടോ, അങ്ങനെ ലൂസായിട്ട് വരും. നമ്മൾ ഐബ്രോ ഷേപ്പൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ലൂസായിട്ട് ഇങ്ങനെ ത്രെഡ് വിട്ടാക്കില്ല, അതേപോലെ തന്നെ ലൂസായിട്ട് കിടക്കണം കേട്ടോ.
എന്നിട്ട് ഒരു 4 പ്രാവശ്യം ഞാൻ നൂലൊന്ന് ചുറ്റി അതിനകത്തൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ ലെങ്ത്തിൽ അടുത്ത് ഒന്നുകൂടെ കുത്തുക. അങ്ങനെ ഫ്രീ ആയിട്ട് നൂല് വിടുക. 1 എടുക്കുക, 2 എടുക്കുക, 3 എടുക്കുക. ഞാൻ പല പ്രാവശ്യമായിട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. മനസ്സിലാക്കാത്തവർക്ക് അറിയാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് അറിയാത്തവർക്ക് മാത്രം ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കോസ്റ്റ്ലി ഡ്രസ്സുകളിലാണ് അധികം നമുക്ക് ഈ ക്രോഷ സ്റ്റിച്ച് വരാറുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ക്രോഷയിൽ തന്നെ ഇഷ്ടംമാതിരി ഡിസൈൻസ് ഉണ്ട് കേട്ടോ. തിക്കായിട്ടുള്ള 2-3 ലെയർ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനിയൊരു ടൈമിൽ കാണിച്ചു തരാം, വേറെ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. നൂല് തീരാറാവുമ്പോൾ നമ്മുടെ ഇത് കണ്ടോ, തള്ളവിരലുണ്ടല്ലോ, നമ്മൾ ചൂണ്ടുവിരൽ, ആ ചൂണ്ടുവിരലിൽ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ വിരലിങ്ങനെ നമ്മൾ ലൂസാക്കി കൊടുക്കുമ്പോൾ അത് നമുക്ക് വലിക്കാനും എളുപ്പമായിരിക്കും. നമ്മൾ സാധാരണ ഇപ്പം എന്താ പറയുക, ഐബ്രോ ഷേപ്പ് എടുക്കുമ്പോൾ ഒരു നൂല് നമ്മൾ കയ്യിൽ ചുറ്റി കൊടുക്കാറുണ്ട്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നൂലെടുക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സൈഡ് ഇങ്ങനെ ചുറ്റി വയ്ക്കുന്നത്. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. 1-2 പ്രാവശ്യം നിങ്ങൾ ഇതിൽ വലിയ സൂചി കിട്ടും, വലുതിലോ അങ്ങനെയുള്ളതിൽ ചെയ്ത് നോക്കിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ നല്ല മാക്സിമം നല്ലൊരു വലിയ നീഡിൽ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ കണ്ടോ, നമ്മൾ ഒരു 2 ഇഞ്ചോളം നൂല് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിലേക്ക് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുക. അതേ നൂലിലൂടെ ബാക്കിലേക്ക് എടുക്കുക. എന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കുക. ഇത് സാരീൻ്റെ ബോർഡർ ലൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, മുന്താണിയിൽ കൊടുക്കാൻ പറ്റും, പ്ലെയിൻ സാരിയിൽ, ഏതൊരു ഡ്രസ്സിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയ്ഡറിയാണ്. നമുക്ക് അടുത്ത സ്ലീവിനും കൂടി ഇതേപോലെ ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം ഒരു ഹോൾസ് ഇടുക. എന്നിട്ട് ഒരു 4-5 റൗണ്ട് ചുറ്റി എടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എടുക്കുക. അതിൻ്റെ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ടോ, നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുണ്ടാവും. എല്ലാ ത്രെഡ് വാങ്ങിക്കുന്ന കടകളിലും നമുക്ക് ഈ നീഡിൽ കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ.